പിന്നെ ഏതാണ്ട് 22 മാസങ്ങളായി തുടരുന്ന ഗസയിലെ ഈ ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണ നടപടികളും വംശഹത്യാ പദ്ധതികളുടെയും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് തങ്ങൾ കടക്കുകയാണെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും വ്യക്തമാക്കി. അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ഇസ്രായേൽ ഇതുവരെ ദർശിക്കാത്ത വിധത്തിലുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക്, കാരണം എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ജനപങ്കാളിത്തം തെലവീവിലും ഹൈഫയിലും ജെറൂസലമിലും ഒക്കെ ഈ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ട് അണിചേർന്നിട്ടുണ്ട്. പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമായ തോതിൽ തന്നെ നടപ്പാക്കാനുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പണിമുടക്കും മറ്റ് പ്രക്ഷോഭ പരിപാടികളും നീങ്ങും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, കാരണം അത് വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കൂടുതൽ അരക്ഷിതാവസ്ഥ ഇസ്രായേലിനുള്ളിൽ രൂപപ്പെടും. അത് ആഭ്യന്തരമായിട്ടുള്ള ശൈഥില്യം കൂടുതൽ വിപുലപ്പെടുത്തും. അതിനെ പ്രതിരോധിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ശക്തമായിട്ടുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് സുരക്ഷാ വിഭാഗത്തിന് നിർദ്ദേശം നൽകുകയും അങ്ങനെ സമാധാനപരമായിട്ട് പ്രക്ഷോഭം നടത്തുന്ന പ്രക്ഷോഭകാരികളെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കലിൽ അടയ്ക്കാനുള്ള ഒരു നീക്കം, അത്തരമൊരു നടപടികളുമായിട്ട് നെതന്യാഹുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സൈന്യവും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതൊന്നും തങ്ങളെ പിന്തിരിപ്പിക്കുകയില്ല. ഏറ്റവും ശക്തമായി തന്നെ, കാരണം ഇപ്പോൾ നടക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്നത് 20-ലധികം വരുന്ന ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടും. കാരണം ആ ഒരു ഘട്ടത്തിൽ ഗസ സിറ്റിയിലെ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് കൂടി ആക്രമണം നീളുമെന്ന കാര്യം ഉറപ്പാണ്. ബന്ദികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ തങ്ങൾക്ക് അത്ര എളുപ്പമാകില്ല എന്ന് ഹമാസ് പോരാളികൾ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ബന്ദികളുടെ ജീവൻ വെച്ചുള്ള ഒരു പന്താടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സൈനിക നേതൃത്വം സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിനൊപ്പം ചേരാൻ എല്ലാവരും അണിനിരക്കണമെന്നാണ് ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണമായിട്ടും ഇതിന് പിന്തുണ കൂടി പ്രഖ്യാപിച്ചിരിക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആഭ്യന്തര തലത്തിൽ അത് നേരിടുന്ന ഏറ്റവും വലിയ ഒരു സംഘർഷവും പ്രതിസന്ധിയുമാണ് ഈ രാവിലെ രൂപപ്പെട്ടിരിക്കുന്നത്. ഗസക്കാരെ പുനരധിവസിപ്പിക്കുന്നതിലുള്ള ഹമാസിന്റെ നിലപാട്, പുതിയ പ്രസ്താവനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹമാസ് സൂചിപ്പിക്കുന്നത്? തന്നെ ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് ഹമാസ് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുത്തുനിൽപ്പ് എന്നത് ഒരു നിലയ്ക്കും തങ്ങൾ അടിയറ വെക്കുന്ന ഒരു പ്രശ്നം ഒരുക്കുന്നില്ല. തങ്ങളെ നിരായുധീകരിക്കണമെന്ന് ഇസ്രായേൽ പറയുകയും അങ്ങനെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ നൂറ്റാണ്ടിലെ ഒരു വംശഹത്യക്ക് കളമൊരുക്കുകയും പിന്നിട്ട് 22 മാസമായിട്ട് അതിക്രൂരമായിട്ട് പട്ടിണിയിലൂടെയും അതോടൊപ്പം തന്നെ കുടിവെള്ളവും മരുന്നും ആശുപത്രികൾ തകർത്തുമൊക്കെ ഈ വംശഹത്യാ പദ്ധതി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവസാനം വരെയും ആ ചെറുത്തുനിൽപ്പുമായി തന്നെ തങ്ങൾ രംഗത്തുണ്ടാവും. ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചകൾക്കും തങ്ങൾ ഒരുക്കമല്ല. അതോടൊപ്പം തന്നെ അന്തർദേശീയ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇനിയും ആയിരക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്താനുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതിയിലേക്കാണ് ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വം നീങ്ങുന്നത്. അതിനെ അമർച്ച ചെയ്യാൻ വൻശക്തി രാജ്യങ്ങൾക്കുള്ള ഒരു നിർണായക ഘട്ടം കൂടിയാണിത്. അവരുടെ ഇടപെടൽ അവർ നടത്തിയിട്ടില്ല എങ്കിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സിവിലിയൻ കുരുതിക്ക് കൂടിയായിരിക്കും ഗസ സിറ്റിയും സാക്ഷ്യം വഹിക്കുക. അത്തരമൊരു സാഹചര്യത്തെ അറബ് മുസ്ലിം ലോകം അത് ശക്തമായിട്ട് ചെറുക്കേണ്ടതുണ്ട്. ഇനിയും കാത്തു നിൽക്കാതെ ഏതൊക്കെ നിലകളിൽ തങ്ങൾക്ക് ഇസ്രായേലുമായിട്ടുള്ള നടപടികൾ, അതിനെതിരായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കുമോ അതൊക്കെയും അറബ് മുസ്ലിം രാജ്യങ്ങൾ ഈ ഘട്ടത്തിലെങ്കിലും കൈക്കൊള്ളണം എന്നുകൂടി ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചെറുത്തുനിൽപ്പിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ ഒരുക്കമല്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ധന്യ, യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന്റെ വിവരങ്ങൾ കൂടി. ഇന്ന് രാത്രിയാണ് 2 മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിട്ടില്ല, പക്ഷെ അതിനെ പ്രതിരോധിക്കുന്നതിൽ തങ്ങൾ വിജയിച്ചു എന്നാണ് സൈനിക നേതൃത്വം അവകാശപ്പെടുന്നത്. എന്തായാലും ബെൻഗുരിയോൺ എയർപോർട്ടിന്റെ പ്രവർത്തനം പിന്നിട്ട ഏതാനും മണിക്കൂറുകൾ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റി എന്നാണ് യമനിലെ ഹൂത്തികൾ അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ കാത്തിരിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി യമനിലെ ഹൂത്തികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഹൂത്തികൾക്ക് ഏറ്റവും മാരകമായിട്ടുള്ള തിരിച്ചടിക്ക് ഹൂത്തികൾ കാത്തിരിക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അല്പം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധന്യ. ശരി, MCA. ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. യാതൊരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള തരത്തിൽ
ഗസ സിറ്റിയെ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് നിരവധി പേർ ആക്രമണത്തിൽ മരിക്കുന്നു. ഒപ്പം പട്ടിണി കിടന്നും മനുഷ്യർ മരിക്കുന്നതിലേക്ക് കൂടുതൽ സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. MC നാസറാണ് വിശദാംശങ്ങൾ.